ഹായ് ഫ്രണ്ട്സ്, പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ദേവയാനി കരൾ കൊടുത്തത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് അന്വേഷിക്കുകയാണ്. ഡോക്ടറെ അടുത്ത് പോവുകയും മറ്റുള്ളവർ സംസാരിക്കുന്നിടത്ത് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ ഒരു തരത്തിലും ദേവയാനിക്ക് ആരുടെയും വാക്ക് ശരിക്കും കേൾക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ചെയ്ത ഡോക്ടറെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി അന്വേഷിച്ചപ്പോൾ ഡോക്ടറും ക്ലിയറായിട്ട് പറഞ്ഞില്ല. കാര്യം ഡോക്ടറോട് പറഞ്ഞതാണല്ലോ, മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം പോലെയല്ലേ ഡോക്ടർക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡോക്ടറെ അടുത്തൊന്നും അതിനുള്ളൊരു മറുപടി ശരിക്കും കിട്ടിയിട്ടില്ല. പിന്നെ ദേവയാനി ആദർശിൻ്റെ അച്ഛനടുത്ത് തന്നെ പറയാണ്, ഞാൻ ഒരുങ്ങിയിട്ടാണുള്ളത്, ഇന്ന് നമുക്ക് പോകണം, അന്വേഷിക്കണം, ആ കുട്ടിയുടെ വീട്ടിൽ എനിക്ക് പോകണം എന്ന്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, അല്ലെങ്കിൽ തന്നെ എനിക്കിന്ന് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് എത്രയും പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശനും വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ എന്താ പ്രശ്നം? പ്രത്യേകം ഡോക്ടർ പറഞ്ഞതല്ലേ പുറത്തെവിടെയും അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ, റെസ്റ്റ് വേണം എന്നൊക്കെ. വീട്ടിൽ നിന്ന് പൊതുവേ നടന്ന് കളിക്കുന്നതൊന്നും പ്രശ്നമില്ല, പൊതുവേ പുറത്ത് പോയിട്ട് അങ്ങനെ പുറത്ത് പോകാനൊന്നും പാടില്ല എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, എനിക്ക് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകണം. അങ്ങനെയുള്ളപ്പം നിനക്കൊപ്പം എനിക്ക് എങ്ങനെ വരാൻ പറ്റും? ദേവയാനി അവരുടെ അടുത്ത് നേരിട്ട് ചോദിക്കുകയാണ്. ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്, ഞാനറിയാത്തതായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് മാത്രം എല്ലാവരും എന്നെ എതിർക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, അങ്ങനെ നീ ഉദ്ദേശിക്കുന്ന പോലെ വല്ല കുഴപ്പമൊന്നുമില്ല ദേവയാനി, ഉറപ്പായിട്ടും നിന്നെ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ കാണിക്കാം, നീ ധൃതി പിടിക്കല്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്നും പറഞ്ഞ് ജയം പോയി. അപ്പോൾ അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോവുക, നീ വരണം എന്ന് പറയാത്തത് ഇപ്പം നിൻ്റെ കണ്ടീഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ്. മുത്തശ്ശിയും പറയാണ്, അതേ മോളെ, എല്ലാവരും ഒരുപോലെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നീ മനസ്സിലാക്കണം. അപ്പോൾ ദേവയാനി അത് കേട്ട് പറയാണ്, ആ കുട്ടിയുടെ ഒരു ഫോട്ടോ പോലും എനിക്ക് ആരും കാണിച്ചു തരുന്നില്ലല്ലോ, അവളുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും എന്നെ അനുവദിക്കുന്നില്ല. ആ കുട്ടിയുടെ സഹായം കൊണ്ട് നിന്റെ ജീവൻ നിലനിർത്താനായി മുത്തശ്ശൻ പറയാം. നിന്റെ നന്ദിയും സ്നേഹവും നീ എന്നും മനസ്സിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. ഒരു ദിവസം ഉറപ്പായിട്ടും അവൾ നിന്റെ മുമ്പിൽ തന്നെ എത്തും. അങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ നീ ഒരു മടിയും കൂടാതെ അവളെ സ്നേഹിക്കണം. അങ്ങനെ ഞാൻ സ്നേഹിക്കാതിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചോദിച്ചാൽ, ഇപ്പോഴുള്ള ഈ ആവേശം അവളെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ കെട്ടുപോയാലോ? അറിയോ, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നതും എന്നോടൊപ്പം ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതും ആ പെൺകുട്ടിയാണ്. കേട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും സന്തോഷമായി, അവർ രണ്ടുപേരും ചിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി വീണ്ടും പറയാണ്, ഇനി ആരെന്നെ ആ പെൺകുട്ടിയെ കാട്ടി തന്നില്ലെങ്കിലും ഞാൻ തന്നെ അന്വേഷിച്ച് ആ പെൺകുട്ടിയെ കണ്ടെത്തും. ഇന്നുള്ള കുട്ടികൾ ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ് ആ പെൺകുട്ടി ചെയ്തിരിക്കുന്നത്. അതത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. നീ അന്വേഷിക്ക്, ആ പെൺകുട്ടിയെ നിനക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നീ കണ്ടുപിടിക്ക്. പക്ഷേ അതിപ്പോൾ വേണ്ട, അത് ഇപ്പോൾ നിൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല. അതാദ്യം നീ മനസ്സിലാക്ക് ദേവയാനി എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ വിളിക്കുകയാണ്, വാ നമുക്ക് പോകാം. ദേവയാനി അതങ്ങനെ വിട്ടുകളയാൻ ഒരുങ്ങുന്നില്ല. അപ്പോൾ ദേവയാനി വീണ്ടും ചിന്തിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ആദർശിൻ്റെ ഓഫീസിൽ, അതായത് അച്ഛൻ പോയിട്ട് പറയാണ്, ഈ പോക്ക് പോവുകയാണെങ്കിൽ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് വേറെ ആരെയെങ്കിലും കാണിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. നടക്കാത്ത കാര്യമല്ലേ അച്ഛാ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നമ്മൾ കാണിച്ചു കൊടുത്താൽ തന്നെ അവൾക്ക് പിന്നാലെ സഹായങ്ങളുമായിട്ട് ചെന്നാലോ? എല്ലാ സ്വത്തുക്കളും അവൾക്ക് തന്നെ കൊടുത്താലും കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം തന്നെ 50 ലക്ഷത്തിൻ്റെ ചെക്കും തന്നിട്ടാണ് വിട്ടിരിക്കുന്നത്. അത് പിന്നെ നയനയും അവളുടെ വീട്ടുകാരും അത് വാങ്ങിച്ചില്ല. നയനയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു വീടെടുത്ത് കൊടുത്തു. നല്ല കാര്യമാണ്. ഇനി അതിനുപരി നീ വേറെ ചില നല്ല കാര്യങ്ങൾ കൂടി ചെയ്യണം. ചിലപ്പോൾ വേണ്ടെന്നൊക്കെ പറയും, എങ്കിലും കുറേ കടങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഗോവിന്ദന്, അതൊക്കെ നീ ക്ലോസ് ചെയ്യണം. ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അതും. ഞാനതൊക്കെ ആദ്യമേ പറഞ്ഞതാ, പക്ഷേ ഇപ്പോൾ വീട് വാങ്ങിക്കൊടുത്തത് പോലും ഒരു കുറച്ചിലായിട്ടാണ് അവർ കാണുന്നത്. അതെന്തിനാ അങ്ങനെ കാണുന്നത്? നയനമോള് കോടികളുടെ ബിസിനസ്സാണ് ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്താൽ തന്നെ നമ്മളീ കൊടുക്കുന്നതൊന്നും അധികമല്ല. എനിക്കും ദേവയാനിക്കും പെൺമക്കളില്ല. അപ്പോൾ ആ സ്ഥാനത്താണ് ഞാൻ നയനമോളെ കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവളുടെ വീട്ടുകാരുടെ പ്രശ്നം നമ്മളുടേതു കൂടിയാണ്. അത് നമ്മൾ പരിഹരിക്കണം. സാവധാനം നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരം കാണാം. ഇന്നത്തെ പ്രശ്നത്തിലൂടെയാണ് നന്ദു വീട്ടിലേക്ക് വരാതിരുന്നത്. അതിൻ്റെയൊക്കെ പ്രശ്നം എനിക്കും ഒക്കെ ഉണ്ട്. ഇനി നന്ദുവിൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. നന്ദുവിന് നല്ലൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കണം. ആകെ ഡെസ്പാണല്ലോടാ, 3 ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചെങ്കിലും അതൊന്നും അവൻ നോക്കി നടത്തുന്നില്ലല്ലോ. അത് കേട്ട ആദർശ് പറയാണ്, എല്ലാം ഞാൻ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ വിശ്വസ്തരായ സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് വിട്ടത്. ഞാൻ കുറച്ചുകൂടി പഠിച്ച് തെളിയാനുണ്ട്. ആയാലും എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. ആണെങ്കിൽ ഒന്നും ഏൽപ്പിക്കാനും പറ്റില്ല. അത് അവനെ എന്തായാലും
ജീവിതകാലം മുഴുവനും ശമ്പളക്കാരനായിട്ട് വെക്കുന്നത് ഏറ്റവും നല്ലത്. എങ്കിൽ അവൻ കമ്പനിയുടെ അടിത്തറ തോണ്ടും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിൻ്റെ അമ്മയുടെ ശ്രദ്ധ തിരിക്കാൻ എന്താ ഒരു മാർഗം? നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ഡ്രാമ കളിച്ചു, ഇനി അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ലച്ചാ. എന്ന് വെച്ചാൽ നാനയുടെ പേര് വെളിപ്പെടുത്തണം എന്നാണോ നീ പറയുന്നത്? എപ്പോഴും അതുതന്നെ പറഞ്ഞ് ശല്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കൽ അതുതന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷേ അമ്മ എങ്ങനെ എടുക്കും എന്നറിയില്ല. പറഞ്ഞ ആദർശിൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോകാനൊരുങ്ങാണ്. അപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാണ്, ഇടയ്ക്ക് ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മ പുറത്തു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പെൺകുട്ടി ആരാണെന്നറിയാനുള്ള അന്വേഷണത്തിലായിരിക്കും. ഡോക്ടർ ഉൾപ്പെടെ മറ്റുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അവരൊന്നും കാരണം സത്യം എന്തായാലും പുറത്തേക്ക് വരരുതെന്ന്. അതുപോലെ തന്നെ ദേവയാനി വീണ്ടും ഡോക്ടറെ അടുത്ത് വന്നിട്ടാണുള്ളത്. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് പുറത്തു വിടരുത് എന്ന് ഡോക്ടറോട് പറഞ്ഞാണെങ്കിൽ അതെന്നോട് പറയണ്ട. അതിനുവേണ്ടി ഞാൻ ഡോക്ടറെ സമ്മർദ്ദം ചെലുത്തുന്നുമില്ല. ഇവിടെ CCTV ഉണ്ടാവുമല്ലോ, അതിൽ അവളുടെ മുഖം പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഒന്ന് എനിക്ക് കാണിച്ചു തന്നൂടെ? എന്തിനാ ദേവയാനി അതിൻ്റെ പിന്നാലെ നടക്കുന്നേ? ഒരാൾ തൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് പറയരുത് എന്ന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് വെളിപ്പെടുത്താൻ പാടില്ല. അല്ല, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം എല്ലാവരും ഇങ്ങനെ വാശി പിടിക്കുന്നേ? ദേവയാനി പറയുക, ഡോക്ടർ മാത്രമല്ല വീട്ടിലുള്ളവരും ആ കുട്ടി ആരാണെന്ന് എന്നോട് പറയുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയാണ്, ദേവയാനിയുടെ അസുഖമൊക്കെ ഇപ്പോൾ പൂർണ്ണമായി മാറി. അതൊരു ചെറിയ കാര്യമല്ല, അത്രയ്ക്കും അവശമായ നിലയിലാണ് ദേവയാനിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അതൊരു മഹാഭാഗ്യമായി കരുതിയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട്ടുകളയുന്നതല്ലേ നല്ലത്. അപ്പോൾ ദേവയാനി വിഷമത്തോടെ ഡോക്ടറോട് പറയാണ്, എൻ്റെ ആവശ്യം മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നമൊന്നുമല്ലല്ലോ ഡോക്ടർ, വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം പറയാം, ദേവയാനിയെ സഹായിച്ച ആ പെൺകുട്ടി ഒരു സാധാരണക്കാരിയല്ല. അവൾ നല്ല അറിവും മനുഷ്യത്വവും സ്നേഹവും ഉള്ളൊരു പെൺകുട്ടിയാണ്. ആവശ്യത്തിലധികം സ്നേഹമുള്ളൊരു പെൺകുട്ടിയാണ്. അത് മാത്രം ഇപ്പം അറിഞ്ഞാൽ മതി. എന്നാലും ആ കുട്ടിയെ എനിക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? തൽക്കാലം ബുദ്ധിമുട്ടാണ്. സ്വന്തം വീട്ടിലുള്ളവർ പോലും അതിനുള്ള മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അവരെ മറികടന്ന് അവൾ ആരാണെന്ന് ദേവയാനിക്ക് കാണിച്ചു തരണോ? ആ കുട്ടിയും ഹസ്ബൻഡും ഒരു യാത്രയിലാണെന്നാണ് ആദർശ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവളെ എനിക്ക് കാട്ടിത്തരാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? പിന്നെ ഞാനിവിടെ ഒരു ഡോക്ടറായതുകൊണ്ട് എനിക്കിവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ വാക്ക് സ്വീകരിച്ചേ പറ്റൂ. അവൾക്ക് ചെറിയ പ്രായമാണെന്ന് എനിക്കറിയാം, എന്നാലും ആ പ്രായത്തിലുള്ളൊരു പെൺകുട്ടി എൻ്റെ ജീവൻ നിലനിർത്താൻ സഹായിച്ചപ്പോൾ അവൾ ആരാണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടാവില്ലേ? ഞാൻ 50 ലക്ഷത്തിൻ്റെ ചെക്ക് അവൾക്ക് കൊടുത്തു വിട്ടിരുന്നു. പക്ഷേ ആ ചെക്ക് ഇതുവരെ ആ കുട്ടി ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യില്ല. കാരണം അവർ പണത്തിന് വേണ്ടിയല്ല ദേവയാനിയെ സഹായിച്ചത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ അവൾക്ക് ചെക്ക് കൊടുത്തു വിട്ടത് അവളെ കൊച്ചാക്കുന്നത് പോലെ അവൾക്ക് തോന്നിക്കാണും. അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് ദേവയാനി ചെയ്തത്. എൻ്റെ മനസ്സിന് സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അത് ആ കുട്ടിക്ക് സന്തോഷമല്ല. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഈ കാലത്ത് കാണോ ഡോക്ടർ? കാണും എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ ദേവയാനിയെ സഹായിച്ച ആ പെൺകുട്ടി. ശരി, ഞാനിവിടെ വന്നത് തൽക്കാലം ആരും അറിയണ്ട, പ്രത്യേകിച്ചും എൻ്റെ വീട്ടുകാർ. ശരി. ദേവയാനി എണീറ്റ് പോയി കഴിഞ്ഞ ശേഷം ഡോക്ടർ ചിന്തിക്കുകയാണ്, സ്വന്തം മരുമകളുടെ അരികിലെത്താൻ ഇനി ദേവയാനിക്ക് അധികം സമയം ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ആദർശ് ഓഫീസിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അച്ഛൻ വന്നു. എന്നിട്ട് പറയാണ്, എടാ എന്താ അച്ഛാ? നമ്മൾ സംശയിച്ചതുപോലെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ദേവയാനി ഹോസ്പിറ്റലിൽ പോയിരുന്നു ഡോക്ടറെ കാണാൻ. ആദർശ് ഞെട്ടി. അപ്പോൾ അച്ഛൻ പറയാണ്, അവിടുന്ന് വിവരങ്ങളൊന്നും കിട്ടിയില്ല. നീ അമ്മയോട് പറയണം വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുതെന്ന്. പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അമ്മയുടെ വഴിക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനന്ന് ദേവയാനി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടുത്തെ സൈക്കാട്രിസ്റ്റിനെ കണ്ടതാ. ദേവയാനിയുടെ മൊത്തത്തിലുള്ള സ്വഭാവം പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷം ഈ സത്യം വെളിപ്പെടുത്തുകയാണെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. വ്യക്തമായൊരു മറുപടി പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ മരുമക്കളെ ഇന്നും വെറുക്കുന്ന അമ്മായിയമ്മയ്ക്ക് മരുമകളുടെ സഹായം ആവശ്യമായി വന്നത് കുറച്ചിലായി തോന്നാമെന്നും പറഞ്ഞു. അപ്പോൾ ആദർശ് അവിടെ നിന്ന് എണീറ്റ് പറയാണ്, അതിനാണ് അച്ഛാ സാധ്യത കൂടുതൽ. അമ്മ ഒരിക്കലും അതൊന്നും പോസിറ്റീവായിട്ട് എടുക്കില്ല. അത് മാത്രമല്ല, നമ്മളൊക്കെ അമ്മയെ കോമാളികളാക്കി എന്നും പറയും. എങ്കിലും നിൻ്റെ അമ്മയുടെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പെൺകുട്ടികളായാൽ അയാൾക്ക് കരൾ ദാനം ചെയ്ത് സഹായിച്ചതുപോലെ സഹായിക്കാൻ മനസ്സുള്ള കുട്ടികളായിരിക്കണമെന്ന്.
അതുപോലൊരു മരുമകളെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നും പറയുന്നുണ്ട്. നീ ഭാഗ്യവാനാണ് മോനെ. നിനക്ക് ഏത് വിഷമഘട്ടത്തിലും നിൻ്റെ ഒപ്പം നിൽക്കുന്നവളാണ് നിൻ്റെ ഭാര്യയെന്ന് ആരുടെ മുമ്പിലും പറയാം. അതവൾ അവളുടെ പ്രവൃത്തിയിലൂടെ പലവട്ടം തെളിയിച്ചും കഴിഞ്ഞു. അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്കും അമ്മയ്ക്കും അച്ഛനും അനിക്കും ഒരേ അഭിപ്രായമായിരുന്നു. പക്ഷേ നിനക്ക് മാത്രം തെറ്റിപ്പോയി. നീ അന്ന് അമ്മയ്ക്കൊപ്പമായിരുന്നു നിന്നത്. കോരിച്ചൊരിയുന്ന മഴയത്തൊരു ദിവസം ഗോവിന്ദനും കനകയും നയനമോളെ വിളിക്കാൻ വന്നപ്പോൾ അന്ന് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് നയനമോൾ അവർക്കൊപ്പം ഇറങ്ങിപ്പോയതാണെങ്കിൽ നിന്റെ ഭാവി ഇരുട്ടിലായേനെ. അതേപ്പറ്റിയൊക്കെ ഞാനും ഇപ്പോൾ ഭയത്തോടെയാണ് ആലോചിക്കുന്നത്. മോൻ്റെ അമ്മയും നയനമോളും തമ്മിലുള്ള ദൂരം കുറക്കണം. അവളെ കൊണ്ട് തന്നെ നയനയോട് മടങ്ങി വരാൻ പറഞ്ഞിരിക്കണം. അവൾ ഒരിക്കലും അവളുടെ വീട്ടിൽ ജീവിക്കേണ്ടവളല്ല. നമ്മുടെ തറവാടിൻ്റെ സ്വത്താണ് നയനമോള്. മൂർത്തീസ് ജ്വല്ലറി എത്ര മുകളിലേക്ക് പോയാലും ഞങ്ങളെത്ര കോടികൾ സമ്പാദിച്ചാലും നയനമോളില്ലാത്തൊരു ജീവിതം നിന്നെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടം തന്നെയാണ്. അതെപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടാവണം. ദേവയാനി വീണ്ടും മുറിയിൽ വന്ന് ബെഡിൽ ഇരുന്നു കൊണ്ട് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് പിന്നിൽ വന്നതുപോലും ദേവയാനി ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ആദർശ് അടുത്ത് വന്ന് വിളിക്കുകയാണ്, അമ്മേ അമ്മേ, അമ്മ വെറുതെ എന്തിനാ ആ പെൺകുട്ടിയെ തേടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? എനിക്ക് അവളെ കാണണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹമുള്ളതുകൊണ്ട്. അമ്മേ, ആ കുട്ടിയും അവളുടെ ഹസ്ബൻഡും ഒരു യാത്ര പോയിരിക്കുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞേ അവർ മടങ്ങി വരൂ. ഓ, പുതിയ കള്ളത്തരങ്ങൾക്ക് തുടക്കമിടുകയാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് ആ കോൾ എനിക്ക് തന്നൂടെ? ഞങ്ങളെ തമ്മിൽ സംസാരിപ്പിച്ചുകൂടെ? അമ്മേ, എന്തിനാ വെറുതെ അവരെ ശല്യം ചെയ്യുന്നേ? എന്നാ ശല്യം ചെയ്യുന്നില്ല, ആ കുട്ടിയുടെ വീട്ടിൽ വരെ എന്നെ ഒന്ന് കൊണ്ടുപോ. ഏതായാലും അവർക്ക് കൊടുത്ത ചെക്ക് ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെന്താണെന്ന് അവളുടെ വീട്ടുകാരോട് എനിക്ക് ചോദിക്കണം. പിന്നെ അമ്മേ, ഞാനിന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവർ ഒരു യാത്ര പോയെന്ന് അറിഞ്ഞത്. അത് അടുത്തുള്ള വീട്ടിലെ ഒരാൾ പറഞ്ഞതായിരുന്നു. ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, അത് പിന്നെ അവരുടെ മോളും മരുമോനും കൂടി യാത്ര പോയപ്പോൾ അവരും ചിലപ്പോൾ. അപ്പോൾ ദേവയാനി പെട്ടെന്ന് ചോദിക്കുകയാണ്, അവരും യാത്ര പോയോ? അത് പിന്നെ ഒന്നും അറിയില്ല അമ്മേ. അവർ കുറച്ച് ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അവർക്ക് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെ പണത്തോടാണെങ്കിലോ ഒട്ടും ആർത്തിയില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛൻ വലിയ കാശുകാരനാണ്. അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്നയാളാ. അദ്ദേഹത്തിൻ്റെ പേരെന്താ? പേര് അപ്പോൾ ദേവയാനി, എന്താ മറന്നുപോയോ? അമ്മേ, ഞാൻ ഓർക്കുന്നില്ല. പ്രഭാകരൻ എന്നോ മറ്റോ ആണ്. അമ്മ ഏതായാലും വിഷമിക്കേണ്ട, അവരൊക്കെ യാത്ര കഴിഞ്ഞ് വരട്ടെ. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇതുവരെ അമ്മ ദയവ് ചെയ്ത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുത്. ഒരാൾ സമയത്തിന് നമ്മെ സഹായിക്കാൻ വേണ്ടി വന്നു. അത് അമ്മയുടെയും നമ്മുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ്. അതിനുശേഷം സഹായിച്ചയാളിനെ നമ്മൾ ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ അമ്മേ. അമ്മ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. അതും പറഞ്ഞ് ആദർശ് പോയി മുറിയിൽ നിന്ന്. അപ്പോൾ ദേവയാനി വീണ്ടും മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇല്ല, ഈ കാര്യത്തിൽ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എനിക്കറിയേണ്ടത് അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആദർശ മുറിയിലേക്ക് പോയപ്പോൾ ദേവയാനിയും പിന്നാലെ പോയി മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഫോൺ ചെയ്യുന്ന കാര്യങ്ങൾ ചോർത്താം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് മുറിയിലേക്ക് പതുങ്ങി വരികയാണ്. ആദർശ് നേരെ ടവലുമായി ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ ദേവയാനി അകത്തേക്ക് കയറി വന്ന് മെല്ലെ ഷെൽഫ് തുറക്കാനുള്ള തീരുമാനത്തിലാണ്. ദേവയാനി ഷെൽഫും കബോർഡും ഒക്കെ തുറന്ന് നോക്കുകയാണ്, പരിശോധിക്കുകയാണ് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ദേവയാനി പിന്നെ പതിയെ ഷെൽഫ് തുറന്ന് അതിലുള്ള ഫയൽസൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. അതിൽ നിന്നും പിന്നെ ഒരുപാട് മെഡിസിൻസൊക്കെ എഴുതിയൊരു ഫയൽസ് കിട്ടുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട് അതെടുത്തിട്ട് ഫോണെടുത്ത് ഫോട്ടോസ് എടുക്കുകയാണ്. അതൊക്കെ ഇന്ന് അവൻ മെഡിസിൻസൊക്കെ വാങ്ങിച്ചതിൻ്റെ ബില്ലാണിത്. ഈ ബില്ല് നയനയുടെ പേരിലാണല്ലോ ഉള്ളത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒക്കെ മുഴുവനായി ഫോട്ടോസ് എടുത്ത് അതിനുശേഷം ഭദ്രമായിട്ട് അത് വെച്ചതുപോലെ തന്നെ ഷെൽഫിൽ വെച്ചിട്ട് പൂട്ടുകയാണ്. പിന്നെ മെല്ലെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി സ്വന്തം മുറിയിലേക്ക് പോവാണ്. ഫോൺ ഓണാക്കി മരുന്നുകളൊക്കെ നോക്കുകയാണ്. എന്നിട്ട് ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിൽ പല മരുന്നുകളും ഞാൻ കഴിക്കുന്നതാണല്ലോ. കരൾ സംബന്ധമായ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകളാണല്ലോ ഇതിൽ മുഴുവനും എഴുതിയിട്ടുള്ളത്. എന്തായാലും ഈ മെഡിസിൻസൊക്കെ അവൾ വെറുതെ കഴിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തായാലും കൂടുതൽ സംശയിച്ചേ മതിയാവും. എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെ ആരും എനിക്ക് കാട്ടിത്തരുന്നില്ലെങ്കിൽ ആ പെൺകുട്ടി എൻ്റെ മരുമകൾ ആകാനുള്ള സാധ്യതയുണ്ട്. ആരുടെ സഹായവും എനിക്ക് വേണ്ട. അറിയാനുള്ളത് ഞാൻ സ്വയം കണ്ടെത്തിക്കോളാം. ഇനി ഈ വീട്ടിലുള്ളവരുടെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കണം. പ്രത്യേകിച്ച് ആദർശിൻ്റെയും
അവൻ്റെ അച്ഛൻ്റെയും സംസാരം ശ്രദ്ധിച്ച് കേൾക്കണം. അവരുടെ നാവിൽ തന്നെ സത്യങ്ങൾ പുറത്തു വരാതിരിക്കില്ല. പിന്നെ ആദർശ് കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ വന്ന് ഫോൺ വിളിക്കുകയാണ് ഞാനെ. ആദർശേട്ടാ, അമ്മയിപ്പോൾ കരൾ കൊടുത്ത പെൺകുട്ടിയുടെ പിന്നാലെയാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നയന തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ മെല്ലെ വന്ന് മുറിയുടെ പിന്നിൽ ഡോറിൻ്റെ പിന്നിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് ആദർശ് ഫോൺ ചെയ്യുന്നതും അവർ പരസ്പരം സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. ആദർശ് നയനയോട് പറയാണ്, സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ കള്ളം പറയുമ്പോൾ ആർക്കായാലും സംശയം തോന്നില്ലേ? അമ്മ എല്ലാ വഴിയിലൂടെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി ആരാണെന്ന്. അമ്മയ്ക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞൂടെ? അവൾ ദാനം ചെയ്ത പെൺകുട്ടിയെയും കൊണ്ട് അവളുടെ ഭർത്താവ് പുറത്തു പോയിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പെൺകുട്ടിയുടെ വീട് കാണണം എന്നായി. ദേവയാനി ഒന്നുകൂടി അടുത്തോട്ട് വന്ന് ശ്രദ്ധിക്കുകയാണ്. ഒരുവിധം ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. അത് മാത്രമല്ല, അച്ഛൻ്റെ അടുത്തേക്കും ചോദ്യങ്ങളുമായിട്ട് അമ്മ ചെല്ലുന്നുണ്ട്. ഒരുപാട് നാൾ ഇനിയും ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആദർശേട്ടാ. പിന്നെ അമ്മയോട് ഞാൻ സത്യങ്ങളൊക്കെ പറയട്ടെ? അയ്യോ വേണ്ട, പറയണ്ട. അങ്ങനെ സത്യം പറഞ്ഞാൽ അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ ആയിരിക്കില്ല, ആദർശേട്ടനെയും അച്ഛനെയും ആയിരിക്കും. പറഞ്ഞു പറ്റിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അമ്മ ഒരിക്കലും ക്ഷമിക്കില്ല. എന്നാൽ പിന്നെ ഈ കാര്യം ഇങ്ങനെ തന്നെ പോട്ടെ. ഒരു ദിവസം ആരും പറയാതെ തന്നെ അമ്മ അറിയേണ്ടതൊക്കെ അറിഞ്ഞോളും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ആദർശ് പിന്നെ നാനയുടെ കോൾ കട്ട് ചെയ്തു. അപ്പോൾ അമ്മ അടുത്ത് നിന്നും മാറി. ആദർശ് ഒന്നും അറിയാതെ അമ്മ അടുത്തുള്ളതൊന്നും അറിയാതെയാണ് സംസാരിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് ഏകദേശം രൂപമൊക്കെ മനസ്സിലായി. ദേവയാനിക്ക് പിന്നെ ഏകദേശം അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു മനസ്സിൽ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.